ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലെ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. കാരണം അതിനകത്ത് സെറ്റ് ഐഡൻറ്റിറ്റീസ് എന്തുവാണെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യം എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി, എ മൈനസ് ബി, എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെയുള്ള ടേംസ് മനസ്സിലാകണം. ആദ്യം എ യൂണിയൻ ബി എന്താണെന്ന് നോക്കാം. അതിന് നമുക്ക് സെറ്റ് എ വേണം. എ ഈക്വൽ ടു നമുക്കിപ്പോൾ എന്തെന്ന് എടുക്കാം, 1 2 3 അതാണ് സെറ്റ് എ നമ്മൾ എടുത്തതെന്ന് വെച്ചാൽ. സെറ്റ് ബി ഈക്വൽ ടു അന്നേരം എന്തെടുക്കാം, സെറ്റ് ബി ഈക്വൽ ടു 3, 4 5 എടുത്ത് സെറ്റ് ബി. അന്നേരം എ യൂണിയൻ ബി ഈക്വൽ ടു എന്തെന്ന് വരും, എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഈ സെറ്റ് എയിലെയും ബിയിലെയും എല്ലാ എലമെൻസും കൂടി ഒരുമിച്ച് വരുന്നതിനെയാണ് നമ്മൾ എ യൂണിയൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ 1 2 3 4 5. അന്നേരം സെറ്റ് എയിലും ബിയിലും കോമൺ ആയിട്ട് 3 ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ എ യൂണിയൻ ബിക്കകത്ത് ഒരു എലമെൻ്റായിട്ട് തന്നെയാണ് എഴുതുന്നത്. എ യൂണിയൻ ബി ഈക്വൽ ടു എന്തെന്ന് മനസ്സിലായി, ഈ സെറ്റ് എയിലെയും സെറ്റ് ബിയിലെയും എല്ലാ എലമെൻസിനെയും കൂടി എഴുതുന്നതാണ് എ യൂണിയൻ ബി. ഇനി നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു സെറ്റ് എയും സെറ്റ് ബിയും ഉണ്ട്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി, ഇതിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എയിലും ബിയിലും കോമൺ ആയിട്ട് ഏത് എലമെൻ്റ് ആണോ വരുന്നത് അതിനെയാണ് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബിയിൽ എഴുതുന്നത്. അന്നേരം ഇവിടെ കോമൺ ആയിട്ട് വരുന്നത് ആരാ, 3 ആണ്. എയിലും 3 ഉണ്ട്, ബിയിലും 3 ഉണ്ട്. അപ്പം കോമൺ ആയിട്ട് വരുന്നത് 3 ആണ്. അപ്പം നമ്മൾ സെറ്റിൽ 3നെ എഴുതി. അപ്പം എ ഇൻ്റർസെക്ഷൻ ബി നമുക്ക് എന്തെന്ന് കിട്ടി, 3 എന്ന് കിട്ടി. ഇനി എ മൈനസ് ബി ആണെന്ന് വെച്ചോ. എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ള എല്ലാ എലമെൻസും വേണം, പക്ഷെ ബിയിലുള്ള ഒരു എലമെൻസും ഉണ്ടാകരുത്. അന്നേരം എയിലുള്ള എലമെൻസ് എല്ലാം വേണം, പക്ഷേ ബിയിലുള്ള എലമെൻസും ഉണ്ടാകരുത്. അപ്പം എ മൈനസ് ബി, എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തെന്ന് വരും, എ മൈനസ് ബി എന്ന് പറയുന്നത് എയിലുള്ള എലമെൻറ്റ് വേണം, പക്ഷേ ബിയിലുള്ള ഒന്നും ഉണ്ടാകരുതെന്ന്. അന്നേരം എ മൈനസ് ബി എന്തെന്ന് വരും, 1 2 എന്നേ വരത്തുള്ളൂ. കാരണം ബിയിലുള്ള എലമെൻ്റാണ് 3, പക്ഷേ ബിയിലുള്ള എലമെൻറ്റ്സ് ഒന്നും വരരുതെന്ന്. അന്നേരം സെറ്റ് 1 2 ആയിരിക്കും എ മൈനസ് ബി. അന്നേരം ബി മൈനസ് എ എന്തോ ആയിരിക്കും, ബി മൈനസ് എ എന്തെന്ന് വരും, ബി മൈനസ് എ ഈക്വൽ ടു ബിയിലുള്ള എലമെൻറ്റ്സ് ഉണ്ടാകാം, പക്ഷേ എയിലുള്ള ഒരു എലമെൻറ്റ് പോലും ഉണ്ടാകരുത്. അപ്പം എയിലുള്ള എലമെൻ്റ് ആരാണ്, 3 എയിലുള്ള എലമെൻറ്റ്. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അന്നേരം പിന്നെ വേറെ എന്ത് വരും, 4ഉം 5ഉം ആയിരിക്കും ബി മൈനസ് എക്കകത്ത് വരുന്നത്. ഇനി എ കോംപ്ലിമെൻ്റ് എന്തുവാണ്, എ കോംപ്ലിമെൻ്റ് എന്തുവാണെന്ന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ആദ്യം യൂണിയൻ, അതായത് യൂണിവേഴ്സൽ സെറ്റ് എടുക്കണം. യൂണിവേഴ്സൽ സെറ്റ് ഇപ്പം 1 2 3 4 ആണെന്ന് വെച്ചോ. യൂണിവേഴ്സൽ സെറ്റ് എ ഈക്വൽ ടു, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ആരുണ്ട്, 1 ഉണ്ട് 2 ഉണ്ട്. അന്നേരം എ കോംപ്ലിമെൻ്റ് കണ്ടുപിടിക്കാൻ, എ കോംപ്ലിമെൻറ്റിനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. എ കോംപ്ലിമെൻറ്റിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, മുകളിലൊരു ബാറ് പോലെ ഇങ്ങനെ നമുക്ക് എ കോംപ്ലിമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാം. അന്നേരം എ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എന്തെന്ന് വരും, എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എയിലുള്ള ഒരു എലമെൻറ്റും വരാൻ പാടില്ല, അതിനെയാണ് എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. അന്നേരം യൂണിവേഴ്സൽ സെറ്റിൽ 3ഉം 4ഉം ആയിരിക്കും എ കോംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് നമ്മൾ എല്ലാ ടേംസും പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് സെറ്റ് ഐഡൻറ്റിറ്റീസ് എന്തുവാണെന്ന് നോക്കാം. സെറ്റ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരിക്കണം, ബി യൂണിയൻ എ ആയിരിക്കണം. അതാണ് ഒരു സെറ്റ് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അതായത് എ യൂണിയൻ ബി എഴുതിയാലും ബി യൂണിയൻ എ എഴുതിയാലും സെയിം ആണ്. എ യൂണിയൻ ബി എന്തുവാന്ന് നമുക്ക് മനസ്സിലായി. അന്നേരം ബി യൂണിയൻ എ, ബിയിലെയും എയിലെ എല്ലാ എലമെൻസിനെയും എഴുതുന്നത്. അന്നേരം എ യൂണിയൻ ബി ഈക്വൽ ടു എന്താണ്, ബി യൂണിയൻ എ ആണ്. അന്നേരം എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും, ബി ഇൻ്റർസെക്ഷൻ എ തന്നെയായിരിക്കും. തിരിച്ചെഴുതിയാലും നമുക്ക് കിട്ടുന്ന സെറ്റ് സെയിം ആണ്. അപ്പോൾ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ ആണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വിളിച്ചത്. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വിളിച്ചത്. കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വിളിച്ചത്. ഇതിനെയാണ് നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് ലോ എന്ന് വിളിച്ചത്. ഇനി നെക്സ്റ്റ് എ യൂണിയൻ ബ്രാക്കറ്റിനകത്ത് ആരുണ്ട്, ബി യൂണിയൻ സി ഉണ്ട്. അത് ഈക്വൽ ആണ് എന്തിനോട്, എ യൂണിയൻ ബി യൂണിയൻ സി. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ?
ആദ്യത്തേനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ യൂണിയൻ ബ്രാക്കറ്റിന് പുറത്ത് കിടന്നിട്ട് ബി യൂണിയൻ സി ആയിരുന്നു ബ്രാക്കറ്റിനകത്ത്. അന്നേരം അത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്? എ യൂണിയൻ ബി ബ്രാക്കറ്റിനകത്ത് വന്നിട്ട് യൂണിയൻ സി പുറത്ത് കിടക്കുന്നത്. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല. കാരണം ബ്രാക്കറ്റിനകത്ത് കിടന്നാലും നമ്മൾ ഒരു സെറ്റിലുള്ള എല്ലാ എലമെൻസിനെയും എയിലെയും ബിയിലെയും സിയിലെയും എല്ലാ എലമെൻസിനെയും നമ്മൾ എഴുതുന്നുണ്ട്. അന്നേരം എ യൂണിയൻ ബി യൂണിയൻ സി അത് ഈക്വൽ ആണ് എന്തിനോട്? ബ്രാക്കറ്റിനകത്ത് എ യൂണിയൻ ബി വന്നിട്ട് യൂണിയൻ സിയിനോട് ഈക്വൽ ആണ്. അന്നേരം എ ഇൻ്റർസെക്ഷനകത്തും ഈ സെയിം ഇത് തന്നെയാണ് വരുന്നത്. അതായത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ബ്രാക്കറ്റിനകത്ത് എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സിയിനോട് ഈക്വൽ ആയിരിക്കും. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നതല്ലേ? എ ഇൻ്റർസെക്ഷൻ ബി ഇൻ്റർസെക്ഷൻ സി നമ്മൾ കോമൺ ആയിട്ടുള്ള എലമെൻറ്റിനെ എടുക്കുന്നത്. ബ്രാക്കറ്റിനകത്ത് ഇട്ടാലും നമുക്ക് സെയിം എലമെൻറ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. അത് രണ്ടും ഈക്വൽ ആണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അസോസിയേറ്റീവ് ലോ എന്ന് വിളിക്കുന്നത്. അസോസിയേറ്റീവ് ലോ. ഇനി മൂന്നാമത്തെ സെറ്റ് ഐഡൻറ്റിറ്റി ആണെന്ത്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി. അത് ഈക്വൽ ആണ് എന്തിനോട്? അത് ഈക്വൽ ആണ് എന്തിനോട്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി. ഇത് നമ്മൾ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ് എഴുതുന്നത്. ഇപ്പം എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി ബ്രാക്കറ്റിനകത്ത് കിടക്കുവാണെങ്കിൽ അതിനോട് ഈക്വൽ ആണ് എ യൂണിയൻ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ പിന്നെ എന്താണ്? എ യൂണിയൻ സി. അന്നേരം അതിനോട് ഈക്വൽ ആണ്. അന്നേരം എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സിയോട് ഈക്വൽ ആണ്. ഇനി നേരെ തിരിച്ചാണെങ്കിലോ? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണെങ്കിലോ? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി ആണെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? ബി യൂണിയൻ സി ആണെങ്കിൽ അത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സിയോട് ഈക്വൽ ആയിരിക്കും. നമ്മൾ ഡയറക്റ്റ് മറ്റേ ബ്രാക്കറ്റിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ സെയിം രീതി തന്നെ. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി. ഇനി നെക്സ്റ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് അതെന്തിനോട് ഈക്വൽ ആണ്? എ കോംപ്ലിമെൻറ്റ് നമ്മൾ ഹോൾ റൈസ് എപ്പോഴും ചെയ്യുന്നത് പോലെ. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എന്താണ്? ബി കോംപ്ലിമെൻ്റ് ആണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഇനി എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിലോ? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും? എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻ്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ ഡി മോർഗൻസ് ലോ എന്ന് പറഞ്ഞത്. നമ്മളത് +2 നമ്മൾ പഠിക്കുന്നതാണ്. അടുത്തത് എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റ്. എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നൾ സെറ്റ് ആയിരിക്കും. കാരണം എയിലുള്ള ഒരു എലമെൻസും എ കോംപ്ലിമെൻറ്റിനകത്ത് വരത്തില്ലെന്ന് പറഞ്ഞു. അന്നേരം എയും എ കോംപ്ലിമെൻറ്റും തമ്മിൽ കോമൺ ആയിട്ട് ഒരു എലമെൻറ്റും ഇല്ല. അന്നേരം നമ്മൾ എ ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻറ്റിന് എന്തെന്ന് പറയും? നൾ സെറ്റ് എന്ന് വിളിക്കും. ഇനി എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് യൂണിവേഴ്സൽ സെറ്റ് ആയിരിക്കും. കാരണം എയിലുള്ള എലമെൻസ് ഒന്നും എ കോംപ്ലിമെൻറ്റിനകത്തില്ല. അന്നേരം ഈ എയിലുള്ള എലമെൻറ്റും എ കോംപ്ലിമെൻറ്റിലുള്ള എലമെൻറ്റും എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലുള്ളതാണ്. അപ്പോൾ എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യു ആണ്. അതിനെയാണ് നമ്മൾ കോംപ്ലിമെൻ്റ് ലോ എന്ന് വിളിക്കുന്നത്. ഇനി എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എന്ത് തന്നെ ആയിരിക്കും? എ ആയിരിക്കും. എ ഇൻ്റർസെക്ഷൻ എയിലുള്ള എല്ലാ എലമെൻസും എയിലുള്ള എലമെൻസിനോട് തന്നെ കോമൺ അല്ലേ? അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എ ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. അതുപോലെ എ യൂണിയൻ എ ഈക്വൽ ടു എന്തായിരിക്കും? എ ആയിരിക്കും. ഇതിനാണ് നമ്മൾ ഐഡംപൊട്ടൻറ്റ് ലോ എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് അന്നേരം സെറ്റ് ഐഡൻറ്റിറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും നല്ലപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം.